ലോക്സഭ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സഭ ചേർന്ന ഘട്ടത്തിൽ തന്നെ സ്പീക്കർ ഓം ബിർളയാണ് ചെയറിലുണ്ടായിരുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയിൽ അറിയിക്കുകയായിരുന്നു. സ്പീക്കറോട് സഭയിൽ അടിയന്തരമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും 12 മണിവരെ സഭ നിർത്തിവച്ചിരിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ച് തുടർച്ചയായ 5-ാം ദിവസമാണ് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ സ്തംഭിക്കുന്നതും തുടർച്ചയായിട്ട് സഭാ നടപടികളൊക്കെ നിർത്തിവെക്കേണ്ട ഒരു നിലപാടിലേക്ക് സ്പീക്കർക്കടക്കം കടക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. വിഷ്ണു തലവൂർദിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, തുടർച്ചയായ 5-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അക്ഷയ്, എന്തായാലും തുടർച്ചയായിട്ടുള്ള 5-ാം ദിനവും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് ഉയർത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ രാജി വെച്ചതിന് ശേഷം ചർച്ചയുമായി സഹകരിക്കാമെന്നതാണ് പ്രതിപക്ഷം പ്രധാനമായി പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയെ തുടർന്നുകൊണ്ട് ചർച്ച നടത്തി കഴിഞ്ഞാൽ നിഷ്പക്ഷമായ ഒരു ചർച്ച സഭയിൽ നടക്കില്ല. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ രാജ്യത്തെ യുവാക്കളൊക്കെ തന്നെ തെരുവിൽ ഇപ്പോഴും വലിയ സമരവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആദ്യം മന്ത്രി രാജിവെക്കട്ടെ, മന്ത്രി രാജിവെച്ചതിന് ശേഷം ചർച്ച നടത്താമെന്ന ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഏതായാലും ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്ത് വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സഭയ്ക്കകത്തും വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കാട്ടിയത്. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. അക്ഷയ്, വിഷ്ണു, സഭയ്ക്ക് പുറത്തേക്കെത്തി വീണ്ടും പ്രതിഷേധം തീർക്കാനാണോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? പക്ഷേ എന്തായാലും സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരുന്നു. അത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാരൊക്കെ ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയും ഗാന്ധി സ്മൃതിയിൽ എത്തി ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് സംയുക്തമായി പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധിച്ച ശേഷമായിരുന്നു പാർലമെന്റിനകത്ത് ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തിക്കാട്ടിയത്. ഏതായാലും രാജ്യസഭയിലും പ്രതിപക്ഷം ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ പ്രതിഷേധമാണ് എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ 5-ാം ദിവസവും ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് എന്തായാലും ലോക്സഭ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നേരത്തെ സഭയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എംപിമാരൊക്കെയും ചേർന്ന് തന്നെ ഒറ്റക്കെട്ടായുള്ള വലിയ പ്രതിഷേധം തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സഭ ആരംഭിച്ചു. സ്പീക്കർ ഓം ബിർളയാണ് ചെയറിലേക്ക് എത്തിയത്. ഓം ബിർള ചെയറിലേക്ക് എത്തിയ ഉടൻ തന്നെ സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. തുടർന്ന് സ്പീക്കർക്ക് സഭ 12 മണിവരെ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി.